അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ കോഴ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വസ്ത്രനിർമ്മാണശാലകളിലെ ക്വാളിറ്റി ഇൻസ്പെക്ഷനെ കുറിച്ചാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വാളിറ്റി എന്നത് ആത്മനിഷ്ഠമായ ഒരു പദമാണ് എന്നതാണ്. അതായത് ക്വാളിറ്റി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അതിനെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, ഒരു വസ്ത്രത്തിന്റെ ക്വാളിറ്റി ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് വസ്ത്രം ധരിക്കുമ്പോഴുള്ള അനുയോജ്യത അല്ലെങ്കിൽ ആകർഷണീയത എന്നതായിരിക്കും. എന്നാൽ ഒരു വസ്ത്ര നിർമ്മാതാവിനെ സംബന്ധിച്ച് വസ്ത്രം വ്യവസ്ഥാപിത മാനദണ്ഡങ്ങൾക്ക് എത്രത്തോളം അനുയോജ്യം എന്നതായിരിക്കും. അപ്പോൾ വീക്ഷണങ്ങൾക്കനുസരിച്ച് മാറുന്ന ഈ അർത്ഥവ്യത്യാസങ്ങളെ എങ്ങനെ ഒരു മാതൃകാ പ്രസ്താവനയിലേക്ക് പൊരുത്തപ്പെടുത്തിയെടുക്കാം? ഇൻസ്പെക്ഷൻ അഥവാ പരിശോധന, അതാണ് അതിനുള്ള ഉത്തരം. എന്താണ് ഇൻസ്പെക്ഷൻ? ഒരു വസ്ത്രനിർമ്മാണശാലയെ സംബന്ധിച്ച് ഇൻസ്പെക്ഷൻ എന്നത് അസംസ്കൃത വസ്തുക്കളായ ഫാബ്രിക്, ബട്ടൺ, സിപ്പേഴ്സ്, ത്രെഡ് എന്നിവയും ഉൽപാദന പ്രക്രിയയുടെ സമയത്ത് വസ്ത്രങ്ങളുടെ വിവിധ ഭാഗങ്ങളും ഏറ്റവും ഒടുവിൽ പൂർത്തീകരിച്ച ഉൽപ്പന്നവും വ്യവസ്ഥാപിത നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ കണ്ട് പരിശോധിക്കുക എന്നതാണ്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി നാം ഇൻസ്പെക്ഷൻ ലൂപ്പ് അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇൻസ്പെക്ഷൻ ലൂപ്പ്? ഇതിൽ ആദ്യമായി ഇൻസ്പെക്ഷൻ അഥവാ പരിശോധനാത്മകമായ നിരീക്ഷണത്തിലൂടെ തകരാറുകൾ കണ്ടെത്തുക. എന്നിട്ട് ബന്ധപ്പെട്ട വ്യക്തിയെ തകരാറുകൾ അറിയിക്കുക. അതിനുശേഷം തകരാറുകളുടെ കാരണങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ഈ തകരാറുകൾ പരിഹരിക്കുക. ഇങ്ങനെ ഈ ലൂപ്പ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ലൂപ്പ് പൂർത്തീകരിക്കുമ്പോഴാണ് പരിശോധന ഫലപ്രദമാകുന്നത്. ഒരു വസ്ത്രനിർമ്മാണശാലയിലെ പരിശോധന പൊതുവെ 3 വിഭാഗങ്ങളിലായി നമുക്ക് തരംതിരിക്കാം. ആദ്യത്തേത് റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ, അസംസ്കൃത വസ്തുക്കളായ ഫാബ്രിക്, ബട്ടൺ, സിപ്പേഴ്സ്, ത്രെഡ്സ്, ട്രിംസ് മുതലായവയുടെ ഇൻസ്പെക്ഷൻ. രണ്ടാമത്തേത് ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ, നിർമ്മാണ പ്രക്രിയയുടെ സമയത്തുള്ള പരിശോധന. മൂന്നാമത്തേത് ഫൈനൽ ഇൻസ്പെക്ഷൻ, അന്തിമമായ പരിശോധന. റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ. വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫാബ്രിക് അഥവാ തുണി. അതുകൊണ്ട് വിതരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന തുണിയുടെ ഗുണനിലവാര പരിശോധന വളരെ പ്രധാനമാണ്. അല്ലാത്ത പക്ഷം വർദ്ധിച്ച ഉൽപാദന ചിലവും തുണി നഷ്ടവും ഉപഭോക്താവിൻ്റെ അസംതൃപ്തിയുമാകും ഫലം. ഇനി നമുക്ക് എങ്ങനെയാണ് വസ്ത്രനിർമ്മാണശാലകളിൽ തുണികളുടെ പരിശോധന നടത്തുന്നതെന്ന് നോക്കാം. പ്രധാനമായും തുണികളുടെ പരിശോധന ഫാബ്രിക് ഇൻസ്പെക്ഷൻ മെഷീൻസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പരിശോധിക്കപ്പെടേണ്ട ഫാബ്രിക് റോൾ മെഷീൻ്റെ പിൻഭാഗത്തുകൂടി ഇൻസ്പെക്ഷൻ ടേബിളിലെ ഗ്ലാസിന് മുകളിലൂടെ വലിച്ച് പുതിയ ഒരു റോളിലേക്ക് ചുറ്റിയെടുക്കുന്നു. ഇങ്ങനെ യന്ത്രസഹായത്താലോ അല്ലാതെയോ ഫാബ്രിക് ഒരു റോളിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചുറ്റപ്പെടുന്നു. ഈ ചുറ്റലിൻ്റെ വേഗത നമുക്ക് ആവശ്യാനുസരണം നിയന്ത്രിക്കാവുന്നതാണ്. ഇൻസ്പെക്ഷൻ ടേബിളിലെ ഗ്ലാസിനടിയിലൂടെ പ്രകാശം കടത്തിവിടാനുള്ള സൗകര്യവുമുണ്ട്. അതിനാൽ ഒരു ഫാബ്രിക് ഗ്ലാസിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ തകരാറുകൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കുവാനും ആ ഡിഫക്റ്റുകൾ അടയാളപ്പെടുത്തുവാനും സാധിക്കുന്നു. ഇങ്ങനെ അടയാളപ്പെടുത്തി വയ്ക്കുന്ന ഡിഫക്റ്റുകൾ പിന്നീട്, അതായത് ലേയിങ്ങിൻ്റെയോ കട്ടിങ്ങിൻ്റെയോ സമയത്ത് ഈ ഡിഫക്റ്റുകൾ റെക്ടിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫാബ്രിക് റോള് മെഷീനിൽ ഇൻസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന സമയത്ത് സ്വയമേ തന്നെ ആ ഫാബ്രിക് റോളിൻ്റെ
നീളവും വീതിയും നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. തുണികളുടെ പരിശോധന പല രീതികളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പൊതുവെ വസ്ത്രനിർമ്മാണശാലകളിൽ 2 തരം ഫാബ്രിക് ഗ്രേഡിംഗ് രീതികളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് 4 പോയിന്റ് സിസ്റ്റവും മറ്റൊന്ന് 10 പോയിന്റ് സിസ്റ്റവും. ഇതിൽ 4 പോയിന്റ് ഫാബ്രിക് ഗ്രേഡിംഗ് സിസ്റ്റമാണ് വസ്ത്രനിർമ്മാണശാലകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ ഡിഫക്റ്റിൻ്റെ അഥവാ തകരാറുകളുടെ നീളവും വീതിയും അടിസ്ഥാനമാക്കി അവയ്ക്ക് ഡിഫക്റ്റ് പോയിന്റുകൾ നൽകുന്നു. അവ ഇപ്രകാരമാണ്. ഡിഫക്റ്റിൻ്റെ നീളം 3 ഇഞ്ചോ അതിൽ കുറവോ ആണെങ്കിൽ ഒരു ഡിഫക്റ്റ് പോയിന്റ് നൽകുന്നു. 3 മുതൽ 6 ഇഞ്ച് വരെ നീളമുള്ള ഡിഫക്റ്റുകൾക്ക് 2 പോയിന്റും 6 മുതൽ 9 ഇഞ്ച് വരെ നീളമുള്ള ഡിഫക്റ്റുകൾക്ക് 3 പോയിന്റും 9 ഇഞ്ചിൽ കൂടുതൽ നീളമുള്ള ഡിഫക്റ്റുകൾക്ക് 4 പോയിന്റും നൽകുന്നു. അതുപോലെ ചെറിയ ഹോളുകൾക്കും ഓപ്പണിങ്ങുകൾക്കും ഈ സിസ്റ്റത്തിൽ പോയിന്റുകൾ നൽകുന്നുണ്ട്. ഹോളുകളും ഓപ്പണിങ്ങുകളും 1 ഇഞ്ചോ അതിൽ കുറവോ ആണെങ്കിൽ 2 പോയിന്റും അതിൽ കൂടുതൽ, അതായത് 1 ഇഞ്ചിൽ കൂടുതലുള്ള ഹോളുകൾക്ക് 4 പോയിന്റുമാണ് നൽകുന്നത്. പ്രധാന തകരാറുകൾക്ക് മാത്രമേ ഈ സിസ്റ്റത്തിൽ പോയിന്റുകൾ നൽകാറുള്ളൂ. അതുപോലെ ഒരു തകരാറിനും 4 പോയിന്റിൽ കൂടുതൽ ഈ സിസ്റ്റത്തിൽ നൽകുന്നുമില്ല. വസ്ത്രനിർമ്മാണശാലകളിലെ ഫാബ്രിക് റോളുകളുടെ നീളവും വീതിയും വ്യത്യസ്തമായിരിക്കും. സാധാരണയായി നീളം മീറ്ററിലും വീതി ഇഞ്ചിലും അളക്കപ്പെടുന്നു. ഒരു തുണി സ്വീകാര്യമാണോ അല്ലയോ എന്ന് നീളവും വീതിയും തമ്മിൽ ഗുണിച്ച് 100 സ്ക്വയർ യാർഡ്സിലേക്ക് മാറ്റുന്നു. അങ്ങനെ താഴെ കൊടുത്തിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ച് ഫാബ്രിക് ഡിഫക്റ്റ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു റോൾ തുണി സ്വീകാര്യമാണോ അല്ലയോ എന്ന് എങ്ങനെ തീരുമാനിക്കുന്നതെന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിന് 100 മീറ്റർ നീളവും 50 ഇഞ്ച് വീതിയുമുള്ള ഒരു റോൾ തുണി പരിഗണിക്കുക. ആ തുണിയിൽ താഴെ പറയുന്ന ഡിഫക്റ്റുകൾ ഉണ്ടെന്നിരിക്കട്ടെ. അതായത് 3 ഇഞ്ചിൽ താഴെയുള്ള 5 ഡിഫക്റ്റുകളും 3 മുതൽ 6 ഇഞ്ച് വരെയുള്ള 4 ഡിഫക്റ്റും 6 മുതൽ 9 ഇഞ്ച് വരെയുള്ള 2 ഡിഫക്റ്റും 9 ഇഞ്ചിന് മുകളിലുള്ള 2 ഡിഫക്ട്സും ഈ തുണിയിലുണ്ട് എന്ന് വിചാരിക്കുക. ഇനി ടോട്ടൽ ഡിഫക്റ്റ് പോയിന്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, 4 പോയിന്റ് സിസ്റ്റത്തിൽ 3 ഇഞ്ചിന് താഴെയുള്ള ഡിഫക്റ്റുകൾക്ക് 1 പോയിന്റ്, അതായത് ഒരു ഡിഫക്റ്റ് പോയിന്റ് അല്ലെങ്കിൽ പെനാൽറ്റി പോയിന്റാണ് അസൈൻ ചെയ്തിട്ടുള്ളതെന്ന്. ഇവിടെ അങ്ങനെയുള്ള 5 ഡിഫക്റ്റുകൾ ഉള്ളപ്പോൾ 5 ഗുണം 1 5 ഡിഫക്റ്റ് പോയിന്റ്സ്. പിന്നെ 3 മുതൽ 6 ഇഞ്ച് വരെയുള്ള തകരാറുകൾക്ക് 2 ഡിഫക്റ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ 2 പെനാൽറ്റി പോയിന്റ്സ് ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെയുള്ള 4 ഡിഫക്റ്റ് പോയിന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. സോ 4 ഇൻറ്റു 2 8 പോയിന്റ്സ്. 6 മുതൽ 9 ഇഞ്ച് വരെയുള്ള ഡിഫക്റ്റുകൾക്ക് 3 പെനാൽറ്റി പോയിന്റ്സ് ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയുള്ള 2 ഡിഫക്ട്സ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ 2 ഗുണം 3 6 പോയിന്റ്സ്. 9 ഇഞ്ചിന് മുകളിലുള്ള ഡിഫക്റ്റുകൾക്ക് 4 പെനാൽറ്റി പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ 2 ഗുണം 4 8 പോയിന്റ്സ്. അങ്ങനെ ടോട്ടൽ ഡിഫക്റ്റ് പോയിന്റ്സ് കിട്ടിയ ഡിഫക്റ്റ് പോയിന്റുകൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് 5 + 8 + 6 + 8. സോ 27 ഡിഫക്റ്റ് പോയിന്റ്സ്. ഇനി പോയിന്റ്സ് പെർ 100 സ്ക്വയർ യാർഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഇൻറ്റു 100 ഇൻറ്റു 36 ബൈ ഫാബ്രിക് ലെങ്ത് ഇൻ യാർഡ്സ് ഇൻറ്റു ഫാബ്രിക് വിഡ്ത്ത് ഇൻ ഇഞ്ചസ് എന്നാണ്. സോ ഇവിടെ നമ്മുടെ ഇൻസ്പെക്റ്റഡ് ലെങ്ത് 100 മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് 100 മീറ്ററിനെ യാർഡുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്.
So 100 into 1.093, 109.3 yards. ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ ഇഞ്ചിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് 50. സോ ആസ് പെർ ദ ഫോർമുല, ടോട്ടൽ പോയിൻറ്റ്സ് പെർ 100 സ്ക്വയർ യാർഡ്സ് ഇസ് ഇക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഡിഫക്ട്സ്. അതായത് ഇവിടെ 27 ഇൻറ്റു 100 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫാബ്രിക് ഇൻ യാർഡ്സ്. അതായത് 109.3 ഇൻറ്റു fabric width in inches, 50. So we get 17.78 defect points. ഇനി 17.78 എന്ന് പറയുന്ന ഡിഫക്റ്റ് പോയിന്റ് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ? മിക്ക വസ്ത്രനിർമ്മാണശാലകളിലും അക്സെപ്റ്റബിൾ ലെവൽ ആയി കൺസിഡർ ചെയ്യുന്നത് ഇഫ് ദ പോയിന്റ്സ് ഇസ് ബിലോ 40, 40-ന് താഴെയാണ് ഡിഫക്റ്റ് പോയിന്റ്സ് എന്നെങ്കിൽ ദാറ്റ് fabric is acceptable, and if it is above 40, that fabric is rejected. ഇവിടെ നമുക്ക് കിട്ടിയ പോയിന്റ് ഇറ്റ് ഈസ് 17.78 which is below 40, so this fabric is acceptable. ഈ 40 പോയിന്റ്സ് എന്ന് പറഞ്ഞിരുന്നത് തീരുമാനിക്കുന്നത് ബയർ ആണ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് ദ സെല്ലർ. ഈ ഡിഫക്റ്റ് പോയിന്റ്സ് 40-ൽ നിന്ന് മാറ്റാൻ ബയർക്ക് അധികാരമുണ്ട്. അത് തീരുമാനിക്കുന്നത് ഒരു ബയറാണ്. 4 പോയിന്റ് സിസ്റ്റത്തിലേതുപോലെ തന്നെ 10 പോയിന്റ് സിസ്റ്റത്തിലും തുണിയിലെ കേടുകൾക്ക് അല്ലെങ്കിൽ ഡിഫക്റ്റുകൾക്ക് അവയുടെ നീളം അനുസരിച്ച് പെനാൽറ്റി പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതായത് 10 പോയിന്റ് സിസ്റ്റത്തിൽ തുണിയുടെ നീളത്തിൽ കാണുന്നതും തുണിയുടെ വീതിയിൽ കാണുന്നതുമായ ഡിഫക്റ്റുകൾക്ക് നൽകുന്ന പെനാൽറ്റി പോയിന്റുകൾ വ്യത്യസ്തമാണ്. അവ ഇപ്രകാരമാണ്. തുണിയുടെ നീളത്തിൽ കാണുന്ന തകരാറുകളുടെ നീളം 1 ഇഞ്ചോ അതിൽ കുറവോ ആണെങ്കിൽ ഒരു പെനാൽറ്റി പോയിന്റാണ് നൽകുന്നത്. 1 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെ നീളമുള്ള കേടുകൾക്ക് 3 പോയിന്റും 5 മുതൽ 10 ഇഞ്ച് വരെയുള്ള കേടുകൾക്ക് 5 പോയിന്റും 10 മുതൽ 36 ഇഞ്ച് വരെ നീളമുള്ള കേടുകൾക്ക് 10 പോയിന്റുമാണ് നൽകുന്നത്. എന്നാൽ തുണിയുടെ വീതിയിൽ 1 ഇഞ്ച് വരെയുള്ള ഡിഫക്ട്സിന് 1 പോയിന്റും 1 മുതൽ 5 ഇഞ്ച് വരെ നീളമുള്ള ഡിഫക്റ്റുകൾക്ക് 3 പോയിന്റും 5 മുതൽ തുണിയുടെ പകുതി വരെ അതായത് ഹാഫ് വിഡ്ത്ത് വരെ വരുന്ന ഡിഫക്റ്റുകൾക്ക് 5 പോയിന്റും ഫുൾ വിഡ്ത്തിൽ കാണുന്ന ഡിഫക്റ്റുകൾക്ക് 10 പോയിന്റുമാണ് അസൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നൽകിയിട്ടുള്ളത്. ഫാബ്രിക് ഡിഫക്ട്സ്. സാധാരണയായി തുണികളിൽ കാണപ്പെടുന്ന ഡിഫക്ട്സ് അല്ലെങ്കിൽ തകരാറുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്താണ് ഒരു ഫാബ്രിക് ഡിഫക്റ്റ് എന്ന് നോക്കാം. അതായത് ഒരു ഉപഭോക്താവിന് സ്വീകാര്യമല്ലാത്ത രീതിയിൽ തുണികളിൽ കാണപ്പെടുന്ന ഏതൊരു അബ്നോർമാലിറ്റിയെയും അല്ലെങ്കിൽ അസ്വാഭാവികതയെയും നമുക്ക് ഒരു ഫാബ്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. സോ എ ഫാബ്രിക് ഡിഫക്റ്റ് ഈസ് any abnormality in the fabric that hinders its acceptability by the consumer. ഇനി നമുക്ക് സാധാരണയായി തുണികളിൽ കാണപ്പെടുന്ന ചില ഫാബ്രിക് ഡിഫക്ട്സ് അല്ലെങ്കിൽ തകരാറുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. So one is slub yarn. A yarn which is thicker than the desired count or has a thick place in it. അതായത് വേണ്ടത്ര ട്വിസ്റ്റ് ഇല്ലാതെയോ സാധാരണ സ്പൺ യാണിനേക്കാളും വീതി കൂടിയതോ ആയി കാണപ്പെടുന്ന നൂലുകളെ ആണ് സ്ലബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബ്രോക്കൺ എൻഡ്. വീവിങ്ങിൻ്റെ സമയത്ത് വാർപ്പ് യാൺ പൊട്ടിപ്പോകുന്നത് കാരണം തുണിയിൽ ഉണ്ടാകുന്ന തകരാറിനെയാണ് ബ്രോക്കൺ എൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് കാരണം തുണിയുടെ പ്രതലത്തിൽ ചില ഭാഗങ്ങളിൽ വാർപ്പ് യാൺ മിസ്സിംഗ് ആയി കാണപ്പെടുന്നു. അതുപോലെ തന്നെ ബ്രോക്കൺ പിക്ക്. ഇവിടെ ഫില്ലിംഗ് യാൺ അല്ലെങ്കിൽ വെഫ്റ്റ് യാണിൻ്റെ ആണ് ബ്രേക്കേജ് സംഭവിക്കുന്നത്. സോ
ഈ കേസിൽ തുണിയുടെ പ്രതലത്തിൽ വെഫ്റ്റ് യാൺ മിസ്സിംഗ് ആയി കാണപ്പെടുന്നു. കളേർഡ് ഫ്ലേക്സ്. തുണികളിൽ കാണപ്പെടുന്ന മറ്റൊരു തകരാറാണ് കളേർഡ് ഫ്ലേക്സ്. ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് കളേർഡ് മാറ്റർ ഇൻ ദ യാൺ. അതായത് നൂലുകളിലെ അസ്വാഭാവികമായ നിറവ്യത്യാസങ്ങളുടെ സാന്നിധ്യത്തിനെയാണ് കളേർഡ് ഫ്ലേക്സ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ജിന്നിങ് പ്രക്രിയയുടെ സമയത്ത് കോട്ടൺ നാരുകൾ മലിനമാകുന്നതാണ്. ഈ തകരാറ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അതായത് മാലിന്യങ്ങളെ ഒരു പ്ലക്കർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നത് വഴി നമുക്ക് തുണികളിൽ കാണുന്ന ഈ തകരാറ് പരിഹരിക്കാവുന്നതാണ്. തുണികളിൽ കാണപ്പെടുന്ന മറ്റൊരു തകരാറാണ് നോട്ട് എന്ന് പറയുന്നത്. സ്പിന്നിങ്ങിൻ്റെയോ വീവിങ്ങിൻ്റെയോ സമയത്ത് നൂലുകൾ പൊട്ടിപ്പോകുമ്പോൾ നൂലുകളുടെ അറ്റം തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് വഴി തുണിയിൽ കാണപ്പെടുന്ന ചെറിയ കെട്ടുകളെയാണ് നോട്ട് എന്ന് പറയുന്നത്. സോ ദ കോസസ് ആർ ദ ത്രെഡ് ബ്രേക്സ് ഡ്യൂറിങ് പ്രോസസ് ഓഫ് വൈൻഡിങ്, വാർപ്പിംഗ്, സൈസിങ് ഓർ വീവിങ് ആൻഡ് ഇറ്റ് ഈസ് എ നോൺ മെൻറ്റബിൾ ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഇത് ഒരു ഡിഫക്റ്റായി തന്നെ കണക്കാക്കപ്പെടേണ്ടതാണ്. Gout is a foreign matter accidentally woven into the fabric. യാദർച്ഛികമായി തുണിയിലേക്ക് നെയ്തു ചേർക്കപ്പെട്ടു പോയ അസ്വാഭാവിക വസ്തുവിനെ ഗൗട്ട് എന്ന് പറയുന്നു. ലൂമുകൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കാതിരിക്കുകയും ശുചിത്വമില്ലാത്ത ചുറ്റുപാടുകളുമാണ് ഇതിനുള്ള കാരണം. ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഡിഫക്റ്റാണ്. അറിയാതെ നെയ്തു ചേർക്കപ്പെട്ടു പോയ വസ്തു ഒരു പ്ലക്കറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. അതുവഴി ഉണ്ടാകുന്ന ചെറിയ പാച്ചുകൾ കോമ്പിംഗ് പ്രോസസ്സ് വഴി നമുക്ക് പരിഹരിക്കാവുന്നതാണ്. തുണികളിൽ കാണപ്പെടുന്ന മറ്റൊരു ഡിഫക്റ്റ് അല്ലെങ്കിൽ അപാകതയാണ് ഫ്ലോട്ട്. Float is the improper interlacement of warp and weft threads over a certain area. അതായത് തുണിയുടെ ചില ഭാഗങ്ങളിൽ വാർപ്പ് യാണുകളുടെയും വെഫ്റ്റ് യാണുകളുടെയും ഉചിതമല്ലാത്ത ഇഴചേർക്കൽ കൊണ്ട് ഉണ്ടാകുന്ന തകരാറിനെയാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫ്ലോട്ട് തുണിയിൽ കാണപ്പെടുന്നത് എന്ന് ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഫ്ലോട്ട് ഉണ്ടാകാനുള്ള കാരണങ്ങളെന്ന് നോക്കാം. ഒന്ന്, ബ്രോക്കൺ എൻഡ് എൻറ്റാംഗ്ലിംഗ് വിത്ത് ദ അതർ എൻഡ്സ്. അതായത് വീവിങ്ങിൻ്റെ സമയത്ത് നൂല് പൊട്ടിപ്പോവുകയും ആ പൊട്ടിപ്പോയ അറ്റങ്ങൾ, നൂലിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യുകയാണെങ്കിൽ നെയ്തു വരുന്ന തുണിയിൽ ഈ ഫ്ലോട്ട് കാണപ്പെടുന്നു. ദെൻ ഇംപ്രോപ്പർ സൈസിങ്. സൈസിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈസിങ്? വീവിങ്ങിന് മുൻപ് നൂലുകളെ പശ പോലെ ഉള്ള ഒരു അഡ്ഹസീവ് കോട്ടിംഗ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന പ്രക്രിയയാണ് സൈസിങ് എന്ന് പറയുന്നത്. അപ്പം ഇംപ്രോപ്പർ സൈസിങ് എന്ന് പറയുന്ന പ്രക്രിയ ശരിയായ രീതിയിൽ അല്ല ചെയ്യുന്നത് എങ്കിൽ, അതായത് സൈസിങ്ങിന് ഉപയോഗിക്കുന്ന അഡ്ഹസീവിൻ്റെ കോൺസെൻട്രേഷൻ ശരിയല്ല എങ്കിൽ, സൈസിങ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് പിഴിഞ്ഞ് കളയുമ്പോൾ ഓവർ സ്ക്യൂസ് ചെയ്താലും സ്ക്യൂസിങ് വീക്കായി പോവുകയൊക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് ഇംപ്രോപ്പർ സൈസിങ് എന്ന് പറയാം. അപ്പോൾ സൈസിങ് എന്ന് പറയുന്ന പ്രക്രിയ ശരിയായ രീതിയിൽ അല്ല നടക്കുന്നത് എങ്കിൽ തുണി നെയ്ത് വരുമ്പോൾ അതിൽ ഫ്ലോട്ട്സ് കാണുവാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഫ്ലോട്ടുകൾ വെദർ ഇറ്റ് ഈസ് മെൻറ്റബിൾ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്നതാണോ? മൈനറായിട്ടുള്ള ഫ്ലോട്ടുകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതായത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന നൂലിൻ്റെ അറ്റങ്ങൾ ഒരു ക്ലിപ്പറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ വരുന്ന ചെറിയ ഡാമേജ് നമുക്ക് കോമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി
പരിഹരിക്കാവുന്നതാണ്. എന്നാൽ വലിയ ഫ്ലോട്ടുകളാണ് എങ്കിൽ അല്ലെങ്കിൽ ഫ്ലോട്ടിൻ്റെ സൈസ് വലുതാണ് എങ്കിൽ ഇറ്റ് ഈസ് നോൺ മെൻറ്റബിൾ അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന അപാകത അല്ല. തുണിയിൽ വീവിങ്ങിൻ്റെ സമയത്ത് മാത്രമല്ല അപാകതകൾ സംഭവിക്കുന്നത്. തുണിക്ക് നിറം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രിൻ്റ് കൊടുക്കുമ്പോഴോ തുണിയിൽ അപാകതകൾ വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുണിക്ക് നിറം കൊടുക്കുമ്പോൾ തുണിയിൽ സംഭവിക്കുന്ന ഒരു അപാകതയാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ബ്ലീഡിംഗ് എന്ന് നോക്കാം. തുണി നനയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോഴോ തുണിയിൽ നിന്നും നിറം നഷ്ടപ്പെടുന്നതിനെയാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ വെള്ളത്തിൽ നിറം വരികയും അത് മറ്റു തുണികളിൽ പിടിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. ശരിയായ ഡൈ തിരഞ്ഞെടുക്കാത്തതോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഡൈയിങ് ചെയ്യാത്തതോ ആണ് ഇതിനുള്ള കാരണങ്ങൾ. പ്രിന്റിങ്ങിൻ്റെ സമയത്ത് തുണികളിൽ സംഭവിക്കാറുള്ള ചില ഡിഫക്റ്റുകളാണ് മിസ്പ്രിന്റ് ഓർ ആബ്സെൻസ് ഓഫ് പ്രിന്റ്. അതായത് തുണികളുടെ ചില ഭാഗങ്ങളിൽ പ്രിന്റ് പതിയാതിരിക്കുക, അതുപോലെ ഡബിൾ പ്രിന്റിങ്, ഒരേ സ്ഥാനത്ത് തന്നെ 2 പ്രാവശ്യം ഒരേ പ്രിന്റ് പതിഞ്ഞു വരിക, അതുപോലെ സ്ക്രിംപ്, മൂട്ടിൽ, ബാൻഡിങ് മുതലായവയെല്ലാം തന്നെ തുണികളിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന പ്രിന്റിംഗ് ഡിഫക്ട്സ് ആണ്. റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഫാബ്രിക് ഇൻസ്പെക്ഷനെ കുറിച്ചും ഫാബ്രിക്കിൽ അല്ലെങ്കിൽ തുണികളിൽ കാണപ്പെടുന്ന ചില അപാകതകളെക്കുറിച്ചുമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷനിൽ ഫാബ്രിക് ഇൻസ്പെക്ഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ട്രിം ഇൻസ്പെക്ഷൻ. എന്താണ് ട്രിംസ് അല്ലെങ്കിൽ ട്രിമ്മിങ്സ് എന്ന് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ട്രിംസ്? ഒരു ഗാർമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിൽ ഫാബ്രിക്കിനെ കൂടാതെ അതിൽ കാണപ്പെടുന്ന മറ്റു മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പോണൻസിനെ ആണ് ട്രിംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്വീയിങ് ത്രെഡ്, ബട്ടൺ, സിപ്പർ, ലേസ് മുതലായവ. ട്രിം ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ പ്രധാനമായും ട്രിംസിനെ ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രിംസ് പരിശോധിക്കപ്പെടുന്നത്. ഏതൊക്കെയാണ് ഘടകങ്ങളെന്ന് നോക്കാം. ഷെയ്ഡ് മാച്ചിങ്, ശ്രിങ്കേജ്, കളർ ബ്ലീഡിംഗ്, വിഡ്ത്ത് ആൻഡ് തിക്നെസ്, സ്ട്രെങ്ത്, നമ്പർ ആൻഡ് സൈസ്, ഫൈബർ കണ്ടന്റ്, ലേബൽസ് ആൻഡ് ടാഗ്സ്. ഇനി ഇവ ഓരോന്നും നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഷെയ്ഡ് മാച്ചിങ്. ഷെയ്ഡ് മാച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രിംസിൻ്റെ കളറും ബേസ് ഫാബ്രിക്കിൻ്റെ കളറും മാച്ചിങ് ആണോ എന്നതാണ്. അതായത് ഷെയ്ഡ് മാച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ട്രിമ്മുകളുടെ നിറം കളർ കോഡുമായി മാച്ച് ചെയ്യുന്നതിനേക്കാളും ബേസ് ഫാബ്രിക്കിൻ്റെ നിറവുമായി മാച്ചിങ് ആയിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ശ്രിങ്കേജ്. പ്രധാനമായും ലേസ്, ടേപ്പ് മുതലായ ട്രിമ്മുകളുടെ ശ്രിങ്കേജ് ആണ് പരിശോധിക്കേണ്ടത്. ട്രിമ്മുകളുടെ ശ്രിങ്കേജ് പെർസെൻറ്റേജും ബേസ് മെറ്റീരിയലായ തുണിയുടെ ശ്രിങ്കേജ് പെർസെൻറ്റേജും വ്യത്യസ്തമാണെങ്കിൽ അത് ഡിഫക്റ്റീവ് ഗാർമെൻറ്റിന് കാരണമാകും. നെക്സ്റ്റ് ഈസ് കളർ ബ്ലീഡിംഗ്. എന്താണ് കളർ ബ്ലീഡിംഗ് എന്ന ഫാബ്രിക് ഡിഫക്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. ട്രിംസിൽ നിന്നും കളർ നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇളകി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബട്ടൺസ്, സ്വീയിങ് ത്രെഡ്, ടേപ്സ്, ലേസസ് മുതലായവ ഈ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ പരിശോധന ചെയ്യുമ്പോൾ ട്രിംസിൻ്റെ സാമ്പിൾസ് വെള്ള തുണിയുടെ കൂടെയിട്ട് 3-4 പ്രാവശ്യം വാഷ് ചെയ്യുന്നു. വെള്ള തുണിയിൽ ഏതെങ്കിലും ട്രിമ്മിൻ്റെ കളർ പിടിക്കുകയാണെങ്കിൽ ആ ട്രിംസ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് ഈസ് വിഡ്ത്ത് ആൻഡ് തിക്നെസ്. ഇവിടെ ടേപ്പ്,
ഇലാസ്റ്റിക്, ലേസ് മുതലായ ട്രിമ്മുകളുടെ വീതിയും തിക്നെസ്സും അളക്കേണ്ടതാണ്. ഇവ വാഷ് ചെയ്തതിന് ശേഷം അളക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രിമ്മിങ്ങുകളുടെ വീതിയിലോ തിക്നെസ്സിലോ മാറ്റം വരികയാണെങ്കിൽ അവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് ഈസ് സ്ട്രെങ്ത്. സ്വീയിങ് ത്രെഡ് അല്ലെങ്കിൽ നൂലിൻ്റെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ബട്ടൺസ് മുതലായവയുടെ സ്ട്രെങ്ത് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്പർ ആൻഡ് സൈസ്, ത്രെഡ് നമ്പർ, ബട്ടൺ നമ്പർ, അതുപോലെ തന്നെ സിപ്പേഴ്സിൻ്റെ ലെങ്ത് മുതലായവ തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഫൈബർ കണ്ടൻറ്റ്, നൂലിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറിൻ്റെ കണ്ടൻറ്റ് തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ളവയാണോ എന്ന് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ദെൻ ലേബൽസ് ആൻഡ് ടാഗ്സ്, പ്രൈസ് ലേബൽ അല്ലെങ്കിൽ പ്രൈസ് ടാഗ്, ബ്രാൻഡ് ലേബൽ, വാഷ് ലേബൽ, കെയർ ലേബൽ മുതലായവ അപ്രൂവ്ഡ് സാമ്പിൾസുമായി മാച്ച് ആകുന്നുണ്ടോ എന്ന് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. സോ ഇത്രയും ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണയായി ട്രിംസ് അല്ലെങ്കിൽ ട്രിമ്മുകൾ പരിശോധിക്കപ്പെടുന്നത്. സ്വീയിങ് ത്രെഡ് ഇൻസ്പെക്ഷൻ, ട്രിംസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വീയിങ് ത്രെഡ് അല്ലെങ്കിൽ തയ്ക്കുവാൻ ഉപയോഗിക്കുന്ന നൂല്. അതുകൊണ്ട് തന്നെ സ്വീയിങ് ത്രെഡിൻ്റെ പരിശോധനയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പ്രധാനമായും പരിശോധിക്കേണ്ട ഘടകങ്ങൾ ഇവയൊക്കെയാണ്. ലെങ്ത് പെർ ത്രെഡ് ഹോൾഡർ, ഓരോ ത്രെഡ് ഹോൾഡറിലെയും നൂലിൻ്റെ നീളം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. നെക്സ്റ്റ് ഈസ് സ്ട്രെങ്ത് ആൻഡ് ഇലോങ്ങേഷൻ, അതായത് നൂലിൻ്റെ ബലവും അതുപോലെ തന്നെ ഇലോങ്ങേഷൻ വലിയുവാനുള്ള കപ്പാസിറ്റിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തയ്ച്ചു കഴിയുമ്പോൾ ഗാർമെൻറ്റിൻ്റെ സീംസിൻ്റെ എല്ലാം ക്വാളിറ്റി നിശ്ചയിക്കുന്നത് സീംസ് ചെയ്യുവാനായി ഉപയോഗിച്ചിരിക്കുന്ന നൂലിൻ്റെ സ്ട്രെങ്തും ഇലോങ്ങേഷൻ കപ്പാസിറ്റിയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിശോധനയും വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് ഈസ് ശ്രിങ്കേജ്. ശ്രിങ്കേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നനച്ചു കഴിയുമ്പോൾ ആ നൂലിൻ്റെ ഡയമെൻഷനിൽ അല്ലെങ്കിൽ നീളത്തിൽ വരുന്ന വ്യത്യാസമാണ്. ശ്രിങ്കേജ് കൂടിയ നൂലുകളാണെങ്കിൽ നനച്ചു കഴിയുമ്പോൾ ആ ഗാർമെൻറ്റിൽ നൂലുകൾ പൊട്ടിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തയ്ക്കുന്നതിന് മുൻപ് തന്നെ നൂലിൻ്റെ ശ്രിങ്കേജ് പരിശോധിക്കപ്പെടേണ്ടതാണ്. നെക്സ്റ്റ് ഈസ് ട്വിസ്റ്റ്. ഒരു നൂലിൻ്റെ ക്വാളിറ്റിയെ നിശ്ചയിക്കുന്നതിൽ ട്വിസ്റ്റിന്, ആ നൂലിൽ കൊടുത്തിരിക്കുന്ന ട്വിസ്റ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്വിസ്റ്റ് പരിശോധിക്കപ്പെടേണ്ടതാണ്. നെക്സ്റ്റ് ഈസ് യാൺ നമ്പർ. യാൺ നമ്പർ എന്ന് പറയുന്നത് ഒരു നൂലിൻ്റെ ഫൈൻനെസ് അല്ലെങ്കിൽ ആ നൂലിൻ്റെ സൈസിനെ ആണ് ഉദ്ദേശിക്കുന്നത്. നൂലിൻ്റെ ക്വാളിറ്റി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പരിശോധനയും വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് ഈസ് സ്വീയിങ് എബിലിറ്റി. സ്വീയിങ് എബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര സ്മൂത്തായി ഒരു ത്രെഡ് ഉപയോഗിച്ച് മെഷീനിൽ തയ്ച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കളർ ഫാസ്റ്റ്നെസ്. കളർ ഫാസ്റ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നനച്ചു കഴിയുമ്പോൾ ആ നൂലിൽ നിന്നും കളറ് നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇളകിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ്. കളർ ഇളകിപ്പോകുന്ന നൂലാണ് എങ്കിൽ ആ നൂല് റിജക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. സിപ്പർ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവയൊക്കെയാണ്. മെഷറിംഗ് സിപ്പർ ഡയമെൻഷൻ. തന്നിരിക്കുന്ന സിപ്പേഴ്സിൻ്റെ നീളവും വീതിയും മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റോപ്സ് ഷുഡ് ബി സെക്യൂർഡ്. മുകളിലത്തെയും താഴത്തെയും വളരെ നന്നായി അടഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യൂണിഫോം ഇൻ കളർ. ഉപയോഗിക്കുന്ന എല്ലാ സിപ്പേഴ്സും ഒരേ കളറിലാണോ എന്നും അതുപോലെ തന്നെ ഒരു സിപ്പറിൻ്റെ തന്നെ എല്ലാ ഭാഗത്തും കളർ ഒരേപോലെയാണോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ദ സ്ലൈഡർ ഷുഡ്
റൈറ്റ് ഫ്രീലി ബട്ട് നോട്ട് സോ ഫ്രീ. സിപ്പ് തുറക്കുവാനും അടയ്ക്കുമ്പോഴും അതിൻ്റെ സ്ലൈഡർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കണം. സ്ലൈഡർ ലോക്ക് മസ്റ്റ് ബി സെക്യൂർഡ്. സിപ്പർ അടയ്ക്കുമ്പോൾ നന്നായി എല്ലാ ഭാഗവും അടഞ്ഞ് ഇരിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്യൂറബിലിറ്റി ഓഫ് ഫിനിഷ് ഓഫ് സിപ്പർ ചെയിൻ ടു ലോണ്ടറിങ് ആൻഡ് ഡ്രൈ ക്ലീനിങ്. നനയ്ക്കുമ്പോഴും ഡ്രൈ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴും സിപ്പറിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു തകരാറും സംഭവിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കളർ ഫാസ്റ്റ്നെസ് ഓഫ് സിപ്പർ ടു ലൈറ്റ് ക്രോക്കിംഗ് ആൻഡ് ടു ലോണ്ട്രി. അതുപോലെ തന്നെ നനയ്ക്കുമ്പോഴും അത് വെയിലത്തിട്ട് ഉണക്കുമ്പോഴും സിപ്പറിൻ്റെ നിറം നഷ്ടപ്പെടുന്നില്ല എന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ട്രിം ആയ ബട്ടൺ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഇവയൊക്കെയാണ്. Button hole should be large, smooth and unobstructed so that it will not cut the thread. അതായത് എല്ലാ ബട്ടണുകളുടെയും ബട്ടൺ ഹോളുകൾ അത്യാവശ്യത്തിന് വലിപ്പമുള്ളതും അതുപോലെ തന്നെ സ്മൂത്തും അതിൽ കട്ടുകൾ ഒന്നും ഇല്ല എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെന്ന് വെച്ചാൽ അതിൽ പൊട്ടലുകൾ ഉണ്ട് എങ്കിൽ നൂല് കടത്തി വിടുമ്പോൾ നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ബട്ടൺ ഹോൾ ഷുഡ് ബി ലൊക്കേറ്റഡ് പ്രോപ്പർലി. എല്ലാ ബട്ടണുകളുടെയും ബട്ടൺ ഹോളുകൾ യഥാസ്ഥാനത്ത് തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ബട്ടൺ തിക്നെസ് ഷുഡ് ബി യൂണിഫോം. എല്ലാ ബട്ടണുകളുടെ തിക്നെസ്സും ഒരേപോലെയാണ് എന്നും ഒരു ബട്ടണിൻ്റെ തന്നെ എല്ലാ ഭാഗത്തും തിക്നെസ് ഒരേപോലെയാണ് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ബട്ടൺ ഷെയ്ഡ് ഷുഡ് ബി ആസ് സ്പെസിഫൈഡ്. ബട്ടണിൻ്റെ കളർ ഷെയ്ഡ് തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ബട്ടൺ ഷുഡ് ബി ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ലോണ്ടറിങ്, ഡ്രൈ ക്ലീനിങ് ആൻഡ് പ്രസ്സിംഗ് വിത്തൗട്ട് എനി ചേഞ്ച് ഓർ ഡീഫോം. ബട്ടണുകൾ നനയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അയൺ ചെയ്യുമ്പോഴോ അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നും അതുപോലെ തന്നെ അതിന് കേടുപാടുകൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് ഇസ് ബട്ടൺ സൈസ് ഷുഡ് ബി ആസ് സ്പെസിഫൈഡ്. എല്ലാ ബട്ടണുകളുടെയും സൈസ് തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഉപയോഗിക്കുവാൻ പോകുന്ന ഇലാസ്റ്റിക് പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഇവയൊക്കെയാണ്. ഫിറ്റ് ഫോർ ദ ലേബിൾഡ് സൈസ്. തന്നിരിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ സൈസ് മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. റെസിസ്റ്റൻസ് ടു ഡീഗ്രഡേഷൻ ഡ്യൂ ടു ലോണ്ടറിങ്. നനച്ചു കഴിയുമ്പോൾ ഇലാസ്റ്റിക്കിന് കേടുപാടൊന്നും വരുന്നില്ല എന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. വസ്ത്രനിർമ്മാണശാലകളിലെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ്റെ ആദ്യത്തെ ഘട്ടമായ റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടമായ ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.